ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആട് വളർത്തൽ എങ്ങനെയാണ് ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയാണ്, ചേട്ടാ ആടുകളെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ എനിക്കൊരു ആട് വളർത്തുന്നതിനെ കുറച്ച് ടിപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ആടിനെ നോക്കി ഇപ്പോൾ വിജയിച്ചേക്കുന്നത് ആരാണെന്നുള്ളത് ഇങ്ങനെ കുറേ പേരുണ്ട്. പക്ഷെ നമുക്കിത് വന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാനും അല്ലെങ്കിൽ പറഞ്ഞു തരാനായിട്ടും പറ്റണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴാണ് നമുക്ക് ഓർമ്മ നമ്മുടെ കൂട്ടുകാരൻ ഒരു ആടിനെ വാങ്ങിയിരുന്നത്. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ ഒരു ആടല്ല അവിടെ ഉള്ളു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരാടിന് പകരം 6 ആടിനെ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാടുള്ളടത്ത് 6 ആടെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമായല്ലോ. അപ്പോൾ 6 ആടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആടിൽ നിന്ന് 6 ആടായെന്ന് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യം വാങ്ങിയ ആടിൻ്റെ അടുത്ത് ഞാനുണ്ട്. ഹലോ പൂലെ, ഇവിടെയൊക്കെ ഇങ്ങോട്ട് വാ, ഇവിടെ ഷൂട്ട് ചെയ്യണത്, ഇങ്ങോട്ട് വാ. അപ്പോൾ ആളങ്ങോട്ട് പോയിട്ടുണ്ട്. കൊച്ച് ഇപ്പം അതിൻ്റെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ഉണ്ടായിട്ടുള്ളൂ. നമ്മളത് 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ വീണ്ടും പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അവറ്റിങ്ങൾക്ക് ഇത് പാല് കൊടുക്കാന്നുള്ളൊരു കർത്തവ്യത്തിലേക്കാണ് ആൾ പോയേക്കണേ. അപ്പോൾ അതേ ആൾ കൊടുക്കണമെന്നില്ല, ആളങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അവിടെ 2 അരത്തിലും പെട്ട 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഇവിടെ 2 മണികളുണ്ട്, പിന്നെ ഒരെണ്ണത്തിന് ഇല്ല, വെള്ളയ്ക്കതില്ല. അപ്പോൾ ഇവർ ആദ്യം വാങ്ങിയത് ഈ ഒരു ആടിന്. ഇവർ ഏകദേശം ഒരു ആടിനും ഒരു മുട്ടനാടിനും, അതായത് ഇതിൻ്റെ തന്നെ കുഞ്ഞിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 9,000 രൂപയ്ക്കാണ് വാങ്ങിയത്. ഏകദേശം 10 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ വാങ്ങി കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു ഏകദേശം ഒരു ജൂണിലൊക്കെ ആയെന്ന് തോന്നുന്നു. അല്ല, ജൂണിലൊക്കെ ഏകദേശം ടൈമായപ്പോൾ ഇതിനെ ചവിട്ടിച്ചിട്ട് ഇപ്പോൾ ഇവർ 2 ആഴ്ചയായിട്ട് ഇവർ ഏകദേശം 2 കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇവർ ഈ പറയുന്ന രീതിയിൽ ഒരു ആട് പ്രസവിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് 5 മാസം അല്ല പാപ്പേ, 5 മാസം എന്നാണ് പറയണേ. ചിലപ്പോൾ ഈ 5 മാസത്തിൽ ചിലപ്പോൾ അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം, നമുക്കറിയില്ല. അപ്പം അവർ പ്രസവിച്ചു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവർക്ക് ഒന്നുകൂടി തോന്നി ഒരാടിന് കൂടി വാങ്ങിയാൽ എന്താണെന്ന്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വാങ്ങുമ്പോൾ ഈ ആടിനുള്ള പൈസ, അതായത് പല സ്ഥലങ്ങളിലും പൈസ കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളത് നോക്കി കണ്ടു വാങ്ങണം. അപ്പം ചെറുപ്പത്തിലെ തന്നെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അധികം പൈസ ചിലവാക്കേണ്ടി വരില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു 2 മണികളും ഇതുപോലെ നല്ല നീണ്ട ചെവിയൊക്കെ ഉണ്ടെങ്കിൽ പറയണത് മലബാറി എന്നാണ് പറയണേ. എനിക്കറിയില്ല കേട്ടോ മലബാറി ഏതാണ്, ജംനാപ്യാരി ഏതാണ്, അതല്ലാണ്ട് ബീറ്റ് അല്ലേ. ബീറ്റ് എന്ന് പറയുന്ന വേറൊരു വെറൈറ്റിയാണ്. കുറേ വെറൈറ്റികളുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ ആടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇല്ല, എല്ലാത്തിനും കൊടുത്തു. അപ്പോൾ അവിടെ ഞാനും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ആടുകൾക്ക് നമ്മൾ സാധാരണ രീതിയിൽ പ്ലാവിൻ്റെ അല്ല, അതുപോലെ പല സാധനങ്ങളും ഞാൻ കൊടുക്കും. പ്ലാവിൻ്റെ ഇല കൊടുക്കും, ചിലപ്പോൾ ചോറ് അല്ലെങ്കിൽ പുട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റുകളൊക്കെ എന്തുണ്ടെങ്കിലും ഞാൻ കൊടുക്കും. ചില ആടുകൾക്ക് ഈ നല്ല സാധനങ്ങൾ മാത്രമേ തിന്നാവുള്ളൂ. അതായത് ഒരു പ്ലാവിൻ്റെ ഇലയമേ അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ ഇലയാന്ന് തോന്നുന്നുണ്ട് അല്ലേ, അല്ല മാംഗോസ്റ്റിൻ്റെ. അപ്പോൾ ചില ആടുകൾക്ക് ചില ഇലകൾ മാത്രമേ അവർ കഴിക്കുള്ളൂ. അതുമ്പോൾ ചെറിയൊരു ചെളി ഉണ്ടെങ്കിൽ പോലും കഴിക്കില്ല. പക്ഷേ ഇവരെല്ലാം കഴിച്ചോളൂ കേട്ടോ. അതായത് നല്ല ഇണക്കമുള്ളതാണ്. കാരണം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു ഔട്ട്സൈഡറാണ്. ഞാനിവർ വന്നിട്ട് ആദ്യമായിട്ട് കാണണേ. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് വന്നിട്ടും ഒരു പ്രശ്നമില്ല, ആൾ നല്ല കൂളായിരുന്നു നിൽക്കണേ. അപ്പോൾ 10 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരിതായി. അപ്പോൾ അതിനേക്കാൾ മുമ്പ് 1 മാസം മുമ്പ് ഇവർ വേറൊരു ആടിനെ വാങ്ങി. അതെവിടെയായിരുന്നു? അത് അവിടുത്തെ ഇതിൻ്റെ ഓണറിൻ്റെ, അതായത് നമ്മുടെ കൂട്ടുകാരൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും ഒരു ആടിന് വാങ്ങി. അപ്പോൾ ആ ഒരു ചെറിയൊരു ആടിന് വാങ്ങിയത് ഏകദേശം 6,000 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഈ വാങ്ങിയേക്കണേ എത്ര രൂപ കൊടുത്ത് വാങ്ങിയത്? 10 രൂപയോളം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 9 മാസം പ്രായമായ ആടിന് 10 രൂപ കൊടുത്തിട്ട് വാങ്ങിയാണ്. ഏകദേശം ചെറിയൊക്കെ ആടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി ആടുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3,000 4,000 അല്ലെങ്കിൽ ഒരു 5,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ കൊടുക്കുമ്പോൾ അവർ വളർത്തുന്ന ടൈമിൽ ഭയങ്കര ചിലവുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന വലിയ ചിലവുകളൊന്നുമില്ല എന്നാൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് നമ്മൾ കുറച്ച് പ്ലാവിൻ്റെ ഇല ഉണക്കിയത് കൊടുക്കുക, അതുപോലെ കുറച്ച് കഞ്ഞെള്ളം കൊടുക്കുക. ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഗ്യാപ്പിട്ട് ഇവരിത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് പിന്നെ ഇവിടെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉള്ള കാലത്താൽ സുഖമായിട്ട് അഴിച്ചിടുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിന് പോയിട്ട് അവർ കഴിക്കും. ആട് വളർത്തുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആടിൻ്റെ കൂട് തന്നെയാണ്. അപ്പോൾ ആട്ടിൻ്റെ കൂട് ഇവരുണ്ടാക്കിയേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാഴ്മരങ്ങൾ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ ഒരിക്കലും പാഴ്മരങ്ങളല്ല, പഴയ മരങ്ങൾ വാങ്ങിയിട്ടാണ് ഇപ്പോൾ ആ കാണുന്ന ഒരു ആട്ടും കൂട് ഇവർ സെറ്റ് ചെയ്തേക്കണേ. ആടിനെ നോക്കിക്കഴിഞ്ഞാലുള്ള എന്താ ഗുണങ്ങളെന്നുള്ളതെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ്, അല്ലെങ്കിൽ അതായത് വേസ്റ്റ് ഉദ്ദേശിച്ചത് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നുമല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവണ സാധനങ്ങൾ, അതായത് നമ്മുടെ കഞ്ഞിയുടെ ബാക്കി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാവുക, അല്ലെങ്കിൽ കറികൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ് നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു വീട്ടിലുണ്ടാവും. അതൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും. പുളിറുമ്പ് പോട്ടെ, അപ്പം ഇവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് വെറുതെ നശിപ്പിച്ച് കളയേണ്ടതായിട്ടില്ല. അതൊക്കെ ഇവർ കഴിച്ചോളും. അപ്പോൾ ഇവർക്ക് ആഹാരമായി. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്ലാവിൻ്റെ ഇലയോ അല്ലെങ്കിൽ വാഴയുടെ ഇലയോ അതൊക്കെ ഇവർ കഴിക്കൂട്ടാ. അതെ എന്താ
അപ്പം അത് കഴിക്കും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 3000 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് കൊടുക്കുന്ന സമയത്ത് ഒരു 4-5 മാസം അല്ലെങ്കിൽ 10 മാസമൊക്കെ ആകുമ്പോൾ ഒരു 10-12,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു മുട്ടാടാണെങ്കിൽ. അല്ല ഇനിയിപ്പം അതിനേക്കാൾ നല്ല രീതിയിൽ നല്ല വലിയ ആടുകളൊക്കെ ആവും. നമുക്കിപ്പോൾ ഒരു കുറേ കുഞ്ഞുങ്ങളും കയറാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൊടുക്കണം. നമുക്ക് കാശ് ചെയ്യാം, നഷ്ടങ്ങളില്ല. പിന്നെ ചിലവർ ഇതിന് ഇൻഷുറൻസ് ചെയ്യും. അത് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇൻഷുർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ, സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു ഉണ്ടാവണ നഷ്ടത്തിന് ചെറിയൊരു ആശ്വാസം എന്ന് മാത്രമല്ല. പക്ഷെ ഒരു സാധനം നമുക്ക് ഉണ്ടായി അത് പോയിട്ട് അതിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. എനിക്ക് പലപ്പോഴും എൻ്റെ വീട്ടിൽ ഇങ്ങനെ വരുമ്പം പോത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവറ്റകൾക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഭയങ്കര വിഷമം. നമ്മുടെ വീട്ടിൽ ഒരാൾ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നാം. അപ്പം ഇവർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കളയാണ്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാല് കിട്ടും. ഇപ്പോൾ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടുകളുടെ അത് കഴിഞ്ഞാൽ നമുക്ക് പാല് നല്ല എനർജറ്റിക് ആയിട്ടുള്ള മിൽക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളും നല്ല എനർജറ്റിക് ആവും. അത് ഞാനും കഴിക്കാറുണ്ട് കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് കൃഷി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ആട്ടുംകാട്ടം അടിപൊളിയായിട്ട് നല്ല അടിപൊളി നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ആട്ടുംകാട്ടം കിട്ടും. നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗുണങ്ങളാണ്. ഇനിയിപ്പോൾ ചിലവർ കൃഷി ചെയ്യുന്നത് മാംസത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതങ്ങനെങ്കിൽ അങ്ങനെ നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് എനിക്കൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇവർ ചെയ്തേക്കണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടുകളെ വാങ്ങി ഇപ്പം നമുക്കിപ്പോൾ സ്ഥല സൗകര്യമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചില ഒരു മഴക്കാലത്ത് ഒഴിച്ച് ആണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആക്കാൻ പറ്റും. അപ്പോൾ ഇവരുണ്ടാക്കിയേക്കണ ആ ഒരു ആട്ടും കൂടാണ് ഇത്. അപ്പോൾ ഇതിലൊരു ആട് ഉണ്ട് കേട്ടോ. അവനെ പുറത്തേക്ക് അവനല്ലാട്ടോ തെറ്റിപ്പോയി. അവളെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ്റണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാർത്തല്ല അവളെ പുറത്തേക്ക് ഇറക്കാതിരുന്നത്. കാലത്ത് ഇറക്കിയതാണ്. അതിന് ശേഷം ഇപ്പോൾ അവളവിടെ നിർത്തിയേക്കാണ്. അപ്പോൾ ഇവരുണ്ടാക്കിയേക്കുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് പാഴ്മരങ്ങളല്ല, പഴയ മരങ്ങളാണ്. നമ്മുടെ വീടൊക്കെ പൊളിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മരങ്ങൾ ഇവർ കുറച്ച് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് വാങ്ങി ചെയ്തേക്കുന്നതാണ്. ഇവർക്കിത് മൊത്തം ഈ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് ഏകദേശം വന്നേക്കണ ചിലവെന്ന് പറയുന്നത് ഒരു 12,000 രൂപ അത്രയ്ക്കൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മളിത് പുതിയ മരം വാങ്ങി എടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ആസ്ബറ്റോസ്, ഇതൊക്കെ ആസ്ബറ്റോസ് ആട്ടോ, പഴയതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-25 രൂപ അടുത്ത് ചിലവുണ്ട്. ഒരു 10-20 രൂപ എന്തായാലും ഉണ്ടാവും ചിലവുണ്ടാവും. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ ഇപ്പോൾ പഴയതാണെങ്കിലും പുതിയതാണ്, വേറെ ആൾക്കാർ വന്നിട്ട് നോക്കാൻ പോകണില്ല. പഴയ മരങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കിട്ടുകയും ചെയ്യും. നമ്മൾ അത് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്ക് ചെറിയൊരു കൂട് നിർമ്മിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ ഇവർ 1, 2, 3 ഈ 3 കള്ളികളും നിർമ്മിച്ചേക്കുന്നത് ഇവർ തന്നെയാണ്. അടയ്ക്കാൻ മരം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ അങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ട് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് ഇവർ തന്നെ ചെയ്തതാണ്. ഇത് പണിക്കാരനെ വെച്ച് കണ്ട് 4 ദിവസം കൊണ്ടാണ് ഈ ഒരു കൂട് അവർ നിർമ്മിച്ചത്. പണിക്കാരൻ്റെ പൈസ ചിലവെന്ന് പറഞ്ഞാൽ ഏകദേശം 4,000 രൂപ. അപ്പം അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവരൊരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഈ ഒരു തൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മരത്തിൻ്റെ ഇങ്ങനെ ഞാൻ പലപ്പോഴും കണ്ടേക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ നമ്മുടെ സാധാരണ രീതിയിൽ ചാക്ക് വലിച്ച് കെട്ടിയിട്ട് അതിലാണ് ഇങ്ങനെ പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പ്ലാവിൽ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇവിടെ ഇങ്ങനെ മരത്തിന് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ താഴത്തായി പോർഷൻ, അതായത് ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു ആട്ടിൻകൂടിൻ്റെ ഈ ഒരു അടിയിലത്തെ ഈ പോർഷൻ എന്ന് പറയുന്നത് 1 അടി ഹൈറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് 1 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പം അടിയിൽ എന്തെങ്കിലും വന്ന് കിടന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ആട്ടുംകാട്ടം തുറന്നറിഞ്ഞാൽ നമുക്ക് പോയിട്ട് സുഖമായിട്ട് ഒരു തൂമ്പി എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇവരുണ്ടാക്കിയേക്കണ ഈ ഒരു ആട്ടിൻകൂടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവർ ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് കൊടുത്താണ്. ഇപ്പം ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ ഈ ആട്ടിൻകൂടിൻ്റെ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ലോപ്പിൽ തന്നെയാണ് ഇവർ ഈ ഒരു ആട്ടിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് കയറാനുള്ളൊരു വേ ഉണ്ടാക്കിയേക്കണേ. അതായത് സുഖമായിട്ട് ഇവർ ആസ്ബറ്റോസ് തന്നെ ഇട്ടേക്കണേ. ആസ്ബറ്റോസ് ഇട്ട് കഴിഞ്ഞിട്ട് സുഖമായിട്ട് കയറിപ്പോയി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതൊരു സ്ലോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടിന് കയറാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യരുത്. പക്ഷേ ഇതൊന്നുമില്ല, സുഖമായിട്ട് അവർക്ക് കയറി പോകാം, സുഖമായിട്ട് ഇറങ്ങി വരാം. അപ്പം ഇങ്ങനത്തെ ഒരു ആട്ടുംകൂട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. ഞാൻ ഈ ഒരു ആട്ടുംകൂടിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്ക് പോർഷനിൽ അവർ വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അത് മൊയിലിനെ വളർത്താണ്. ഇതുപോലെ തന്നെ തട്ടി തിരിച്ചിങ്ങണ്ട് അതിൻ്റെ ബാക്കിൽ അവർ ഇങ്ങനെ സെക്ഷനായിട്ട് മൊയിലുകളെ വളർത്തുന്നുണ്ട്. അതായത് ഒറ്റൊരു കൂട് കൊണ്ട് 2 ഉണ്ട് കാര്യം എന്ന് പറയുന്ന പോലെ ഇപ്പുറത്തെ സൈഡിൽ ആടുണ്ട്, അപ്പുറത്തെ സൈഡിൽ മൊയിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് കുറച്ചും കൂടി ഒരു ഇന്നോവേറ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പൈസ നമുക്ക് കളയാണ്ട് നമുക്കത് സേവ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അത് പിന്നീട് നമുക്ക് ഉപകരിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു ആട്ടിൻകൂടിൻ്റെ ഇതൊക്കെ കണ്ടല്ലോ, വളരെ നല്ല രീതിയിൽ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലവരിങ്ങനെ നമ്മുടെ റോഡ് അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടൊക്കെ ആട്ടിൻകൂടൊക്കെ നിർമ്മിക്കും. അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതിന് നമുക്ക് അതനുസരിച്ച് നല്ല പൈസ ചിലവുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞല്ലോ ഇവർക്ക് മൊത്തം വന്നേക്കേണ്ട ചിലവെന്ന് പറയുന്നത് 12,000 രൂപ.
ഇനി എൻ്റെ അഭിപ്രായത്തിൽ ആടിനെ വളർത്തുന്നത് നല്ലതാണോ ദോഷമാണോ അല്ലെങ്കിൽ കുറവാണോ അല്ലെങ്കിൽ ലാഭമില്ലാത്ത പരിപാടിയാണെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിലും ഇപ്പോൾ ഇവർ വാങ്ങിയേക്കണതിൻ്റെ ഈ ഒരു ഇതിലും ഇവർ പറയുന്നത് വൻ ലാഭകരം തന്നെയാണ്. കാരണം ഒരു ആടിനെ വാങ്ങി അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പോൾ അതിൻ്റെ കുട്ടീണ്ടായിരുന്നു, ഇപ്പോൾ അതിന് കൊടുക്കാൻ നിൽക്കുക, ആ മുട്ടനെ കൊടുക്കാൻ നിൽക്കുക. അപ്പോൾ അതിന് വന്നിട്ട് ആൾക്കാർ പല റേറ്റുകളാണ് ചോദിക്കണേ. ഇവർ വാങ്ങിയേക്കണേക്കാളും ഒരാടിനെ ഒരു കുട്ടീനെ വാങ്ങി ഏകദേശം 9,000 രൂപയ്ക്കാണ് ഇവർ വാങ്ങിയത്. ഇപ്പോൾ ആ മുട്ടന് തന്നെ നല്ലൊരു എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്ക് കൊടുക്കുമ്പോൾ നഷ്ടം എന്തായാലും ഇല്ല. ഇപ്പോൾ ഓരോ ആടിന് ഇപ്പോൾ ആ മുമ്പത്തെ തള്ളാട് ഇപ്പോൾ വീണ്ടും പ്രസവിച്ച് 2 മുട്ടനാട് വന്നിട്ടുണ്ട്. ഏകദേശം 7-8 മാസം കഴിയുമ്പോൾ ഇവരെയും കൊടുക്കാം. നമുക്ക് അങ്ങനെ പിന്നെ ഇനി ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരു കൊറ്റിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെണ്ണാടാണെങ്കിൽ നമുക്ക് അതിനെ വളർത്താം, വീണ്ടും അത് പ്രസവിക്കും, അതിന് കൊച്ചുങ്ങളുണ്ടാവും, പാല് കിട്ടും. ഇതൊക്കെ നമുക്ക് സുഖസുന്ദരമായിട്ടുള്ള ലാഭം ഉണ്ടാവണുള്ളൂ, നഷ്ടം ഉണ്ടാവണില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആട് വളർത്തൽ എന്ന് പറയുന്നത് അടിപൊളി. ഇങ്ങനെ അതായത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ വല്ല വയ്യായികം വരുമ്പോൾ നമ്മളത് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ബെരയുടെ ഗുളിക ഒരു 2 മാസം കൂടുന്ന സമയത്ത് ബെരയുടെ ഗുളികകളൊക്കെ ഏതൊരു ഇപ്പോൾ നമ്മുടെ പശുവോ പോത്തോ ആടോ എന്തായിക്കോട്ടെ അതിനൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വല്ല കാൽസ്യത്തിൻ്റെ ഗുളിക കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ വിറ്റാമിൻസ് സിറപ്പുകൾ. ഇതൊക്കെയും ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഡോക്ടർമാരെ കണ്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു ആടിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോത്തിൻ്റെ പ്രശ്നങ്ങൾ അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ എന്താണ് അതിന് കൊടുക്കുക അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ നോക്കുക നിങ്ങളുടെ രോമത്തുമ്പോൾ വല്ല പ്രശ്നങ്ങളുണ്ടോ, വല്ല കുരുക്കൾ വരുന്നുണ്ടോ, അതൊക്കെ നോക്കി കറക്റ്റ് ടൈമിൽ നമ്മൾ ഡോക്ടറെ പോയി കാണുക. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വൈദ്യം നാട്ടുവൈദ്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയുന്നത്, അതൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു നഷ്ടവും ഒരു ലോസ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ആടുകളെയോ പോത്തുകളെയോ മീനെയോ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നീട് നമുക്ക് നഷ്ടം ഉണ്ടാവില്ല, ലാഭം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.